മുഹമ്മദ് ഷിയാസ് കൊച്ചി DCC അധ്യക്ഷൻ, എറണാകുളം DCC അധ്യക്ഷൻ VV അരുണിനോട് സംസാരിച്ചു. ഷിയാസിന്റെ വാക്കുകളിലേക്ക്. നിയുക്ത MLA മുഹമ്മദ് ഷിയാസ് നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി VD സതീശൻ പലപ്പോഴും പല പദവികളും അദ്ദേഹത്തിന് ഈ കപ്പിനും ചുണ്ടിനൊക്കെ പറയുമ്പോൾ നഷ്ടപ്പെട്ട ആളാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയാകട്ടെ, KSUവിന്റെ അധ്യക്ഷ പദവിയാകട്ടെ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ആളാണ്. 2010 മന്ത്രിസ്ഥാനം. എന്ത് തോന്നുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് മന്ത്രി പദവി കിട്ടുമ്പോൾ? അല്ല, എല്ലാം ദൈവവിധിയല്ലേ. ഓരോരുത്തർക്ക് അർഹമായ സമയത്ത് ആ അർഹമായ സ്ഥാനമാനങ്ങൾ എത്തിച്ചേരും. അതിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരുടെയും ഈ പറയുന്നത് പോലെ അവരുടെ കഴിവും അവരുടെ പ്രവർത്തനവും ജനങ്ങളിലുള്ള വിശ്വാസവും അതൊക്കെ തന്നെയാണ് ഒരു നേതാവിനെ നേതാവാക്കുന്നത്. സ്വാഭാവികമായും ആ രീതിയിൽ പ്രതിപക്ഷ നേതാവായും പിന്നീട് മുഖ്യമന്ത്രിയായും കേരളത്തിൽ ശ്രീ VD സതീശന് വരാൻ കഴിഞ്ഞത് അർഹിക്കുന്ന അംഗീകാരങ്ങൾ അത് ഒരു തരത്തിലും അത് കിട്ടാതെ പോകില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. ഈ പ്രോസസ്സ് പല അനിശ്ചിതത്വങ്ങൾക്കും വിധേയമായിരുന്നു. പ്രത്യേകിച്ചും MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ഇല്ലാ തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നു അതിന്റെ ഒരു വസ്തുത? അല്ല, അനിശ്ചിതത്വം ഉണ്ടായിരുന്നില്ല, പ്രോസസ്സ് നടന്നു എന്നുള്ളതാണ്. കേരളത്തിൽ കോൺഗ്രസിനകത്തല്ലാതെ വേറെ ഏത് പാർട്ടിയിലാണ് ഇത്തരത്തിലുള്ള പ്രോസസ്സ് നടക്കുക? എത്ര ജനാധിപത്യപരമായിട്ടാണ് ഒരു പ്രോസസ്സ് നടക്കുക? അത് ഏറ്റവും അവസാനം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുക. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസിലല്ലാതെ വേറെ എവിടെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക? അത് തന്നെയാണ് കോൺഗ്രസിന്റെ മഹത്വവും. എക്കാലത്തും കോൺഗ്രസിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും അത് തെളിയിക്കുന്ന തീരുമാനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഈ പഴകുളം മധുവൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് സംഘടിതമായ നീക്കം KC വേണുഗോപാലിന് നടന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ അപമാനിക്കാനുള്ള വലിയ ശ്രമം നടത്തിയതാണ്, KC പക്ഷത്തിനെതിരെ വലിയ നീക്കം നടത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതൊന്നുമില്ല. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല, ഞാനത് കണ്ടില്ല. പക്ഷേ ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും തീരുമാനമാണ്. ആ തീരുമാനം ജനാധിപത്യ പ്രക്രിയയിലൂടെയാണ് ആ തീരുമാനം നടപ്പിലാക്കിയത്. പാർലമെന്ററി പാർട്ടി അംഗങ്ങളെ കണ്ടു, മുതിർന്ന നേതാക്കന്മാരെ കണ്ടു, UDF ഘടകകക്ഷികളുമായി കൂടിയാലോചിച്ചു. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തീരുമാനവും കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത് കേരളത്തിലെ ജനങ്ങളും ആഘോഷിക്കുന്നത് പോലെ അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു നേതാവിനെ കൊണ്ടുവരുമ്പോൾ ചെയ്തിട്ടുള്ളത്. അത് പരിപൂർണമായി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കാതെ ചെന്നിത്തല ഹരിപ്പാട്ടേക്ക് പോകുന്നു. ഈ പഴകുളം മുതിർന്ന നേതാക്കൾ ഇനിയും പ്രതിഷേധമുണ്ടാകുന്ന സൂചന നൽകുന്നു. ഒരു ഐക്യം ഇനി ഉണ്ടാകില്ലേ? അത് എന്താണെന്നുള്ളത് അതറിയില്ല. കോൺഗ്രസിൽ വളരെ എക്കാലത്തും കോൺഗ്രസിനകത്ത് ഏറ്റവും മികച്ച വിജയം ജനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ആ മികച്ച വിജയം സമ്മാനിച്ച ജനങ്ങളുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അതിശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് മുഹമ്മദ് ഷിയാസിന് പറയാനുള്ളത്. എക്കാലവും VD സതീശനൊപ്പം നിൽക്കുന്ന നേതാവ് കൂടിയാണ് അദ്ദേഹം. ജനങ്ങളുടെ തീരുമാനം നടപ്പായി എന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ KC പക്ഷം വലിയ വിമർശനവുമായി രംഗത്ത് വരുമ്പോഴും ജനങ്ങളുടെ തീരുമാനം നടപ്പായി എന്നൊരു പ്രതികരണമാണ് മുഹമ്മദ് ഷിയാസിൽ നിന്നുണ്ടാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.